ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, പാകിസ്ഥാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുഴുവൻ അന്താരാഷ്ട്ര വിമാന സർവീസുകളും റദ്ദാക്കിയിരിക്കുന്നു എന്നാണ്. അതായത് എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു. നേരത്തെ തന്നെ പ്രമുഖ വിമാനത്താവളങ്ങൾ ക്ലോസ് ചെയ്തിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ എയർ സ്പേസിലേക്ക് ഒരു അന്താരാഷ്ട്ര വിമാനവും വരേണ്ട എന്ന് പാകിസ്ഥാൻ തീരുമാനിക്കുമ്പോൾ അത് ഒരു മുൻകരുതൽ, അതായത് വലുതെന്തോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയാണോ? നമുക്കറിയാം, ലാഹോറിലും റാവൽപിണ്ടിയിലും പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനം ഇരിക്കുന്ന റാവൽപിണ്ടിയിൽ 3 ഇന്ത്യൻ ഡ്രോണുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ തന്നെ പറഞ്ഞു, ഞങ്ങൾ 25 ഡ്രോണുകൾ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിച്ച സാഹചര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിമാനത്താവളങ്ങൾ അടച്ചത് ഒരു മുൻകരുതൽ എന്നുള്ള നിലയിലാവാനാണോ സാധ്യത? തീർച്ചയായും ഇത് ഇന്ത്യയുടെ പ്രതികരണം ഇനിയും എങ്ങനെയായിരിക്കും, അതായത് ഈ രണ്ടാം ഘട്ട സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ പാകിസ്ഥാൻ ആശങ്കയുണ്ട്. ഇസ്ലാമാബാദാണ് പാകിസ്ഥാന്റെ തലസ്ഥാനമെങ്കിലും ലാഹോറാണ് എന്നും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരുപക്ഷെ ഹൃദയം എന്ന് പറയുന്ന പാകിസ്ഥാനിൻ്റെ ലാഹോർ കേന്ദ്രീകരിച്ചിട്ടാണ് അവരുടെ രാഷ്ട്രീയവും സൈനിക നീക്കങ്ങളും എല്ലാം തന്നെ. അവിടെയാണ് ഇന്ത്യ കയറി ഇന്ന് തകർത്തത് എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ലാഹോറിലെ തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയാണത്. പാകിസ്ഥാന് ഈ പറയുന്ന പോലെ അന്താരാഷ്ട്ര വിമാനങ്ങൾ ഇപ്പോൾ തന്നെ അവിടെ വരുന്നില്ല. പലരും പാകിസ്ഥാൻ എയർ സ്പേസ് ഒഴിവാക്കിയാണ് അന്താരാഷ്ട്ര വിമാനങ്ങൾ അടക്കമുള്ളവ പോകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ചിട്ട് ഒരു വിമാനം ഫ്ലൈറ്റ് റഡാറിൽ കഴിഞ്ഞ ദിവസം വന്ന വിവരമാണ്. ഒരു വിമാനം പാകിസ്ഥാൻ്റെ അതിർത്തി വരെ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു എത്യോപ്യൻ വിമാനം എന്നാണ് പറയുന്നത്. പക്ഷേ അത്തരത്തിൽ പാക് വ്യോമപാത ഒഴിവാക്കിയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വിമാനങ്ങൾ ഇപ്പോൾ തന്നെ സർവീസ് നടത്തുന്ന ഒരു സാഹചര്യമുള്ളത്. ഇന്ത്യൻ വിമാനങ്ങൾക്ക് നിരോധനമുണ്ട്. ബാക്കി ഈ പറയുന്ന വിമാന കമ്പനികൾ, ഈവൻ ലുഫ്താൻസ പോലും അല്ലെങ്കിൽ പിന്നെ സ്വിസ് എയർലൈൻസ് പോലും, ഇവയെല്ലാം തന്നെ ഇപ്പോൾ തന്നെ ഓൾറെഡി ഈ പാക് വ്യോമപാത ഒഴിവാക്കിയാണ് യാത്രകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വ്യോമപാത അടയ്ക്കുന്നത് ഒരു പുതിയ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് അറിയില്ല. സാമ്പത്തികമായി അവർ വലിയ തോതിൽ ഞെരുങ്ങുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഈ വ്യോമപാത ഉപയോഗിക്കുന്നതിന് വിദേശ വിമാനങ്ങളായിരുന്നാൽ അതിനൊരു നിരക്ക് പാകിസ്ഥാന് ലഭിക്കുന്നതായിരുന്നു. ഇപ്പോൾ അതും പൂർണ്ണമായി അടയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ 2 ഇന്ത്യ ഇപ്പോൾ ഇന്നലെ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചു പാകിസ്ഥാൻ്റെ സൈനിക ഇൻസ്റ്റലേഷൻസ് ആണ് പലതും ലക്ഷ്യമിട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ലാഹോറിൽ പോലും അവരുടെ സൈനിക താവളത്തിന് സമീപമാണ് ഈ ഡ്രോണ് ഇത് ചെയ്തത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഈ ചൈന നിർമ്മിത ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ എവിടെയാണ് എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ഡ്രോൺ അറ്റാക്ക് ആയിരുന്നു ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് എന്നുള്ളൊരു ആഖ്യാനം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതായത് എവിടെയൊക്കെ ഇവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഏകദേശ ധാരണ ഇന്നലത്തെ ഈ ഡ്രോൺ അറ്റാക്കിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. പലയിടത്തും ഇപ്പോൾ റാവൽപിണ്ടിയിൽ പോലും ഒരു സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിന് സമീപമാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. പിണ്ടിയിൽ തന്നെ ഫുഡ് സ്ട്രീറ്റിന് സമീപമാണ് ഇത് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എവിടെയൊക്കെ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം കൂടിയായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലും വരുന്നുണ്ട്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് പരസ്യമായി പറയേണ്ടി വന്നു 9 ഇടത്ത് ഇന്ത്യയുടെ ഡ്രോൺ അറ്റാക്ക് നടന്നു എന്നുള്ളത്. പക്ഷേ അതിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെയാണ്, എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു ഡ്രോൺ ലാഹോർ വരെ എത്തിയത് എന്നുള്ളത് പാകിസ്ഥാൻ പരിശോധിക്കേണ്ടതാണ്. ഇന്ത്യ ആക്രമിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് മാറി എങ്ങനെയാണ് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ പരാജയപ്പെട്ടത് എന്നുള്ളതാണ്. ചൈന കബളിപ്പിച്ചതാണോ? അവരുടെ ഗാർബേജുകളെല്ലാം കൊണ്ട് ചൈന പാകിസ്ഥാന് നൽകിയതാണോ? അതായത് സെക്കൻഡ് ഹാൻഡ് ഉപകരണങ്ങൾ നൽകിയതാണോ? ഏതാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ, ഭീകര ക്യാമ്പുകൾ ഇന്നലെ ഇന്ത്യയെ തകർത്തു. 2, ഈ ചൈനീസ് ഗാർബേജ് എന്ന് പറയാവുന്ന ഇത്തരം ഈ പാക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യ തകർത്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആത്മവീര്യവും ഇന്നത്തോടുകൂടി ഇന്ത്യ തകർത്തിട്ടുണ്ട്. തീർച്ചയായും പാകിസ്ഥാൻ സേനയെക്കുറിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. HQ-9 എന്ന എയർ ഡിഫൻസ് സിസ്റ്റമാണ് പാകിസ്ഥാനുള്ളത്. ചൈനീസ് നിർമ്മിതമാണ്. ആ വ്യോമ തടസ്സത്തെ, അതല്ലെങ്കിൽ ആ വ്യോമ പ്രതിരോധത്തെ ഇന്ത്യ മറികടന്നു. ലാഹോറിലെ ഈ HQ-9 ഡിഫൻസിനെ ബ്രേക്ക് ചെയ്തു, അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്നത് ഹറോപ്പ് IAI ആണ്. ഹറോപ്പ് എന്ന ഡ്രോൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇസ്രയേലി നിർമ്മിതമാണ്. ഇസ്രയേലി ഏജൻസിയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ ഹറോപ്പ് എന്ന് പറയുന്നത് ഒരു സൂയിസൈഡ് ഡ്രോൺ ആണ്. ആ ഡ്രോൺ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള റഡാർ ഇൻസ്പെക്ഷനെയും മറികടക്കാൻ ശേഷിയുള്ള ഒന്നാണ്. അപ്പോൾ ഹറോപ്പിന്റെ ശേഷി കൂടി അവിടെ തെളിയിക്കപ്പെടുകയാണ്. പല ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നാഗാ
ബ്രഹ്മാസ്ത്ര, വാർമേറ്റ്, അതുപോലെ തന്നെ സ്കൈ സ്ട്രൈക്കർ തുടങ്ങിയ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഹരോപ്പ് ഡ്രോൺ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നലെ സ്കാൽപ്പും ഹാമറും നൽകിയ പ്രഹരം ഇന്ന് നൽകാൻ ഹരോപ്പ് എന്ന ഇസ്രയേലി നിർമ്മിത ഡ്രോണിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം നമ്മൾ സാമാന്യമായി അനുമാനിക്കാൻ. എന്തായാലും HQ-9 പാകിസ്ഥാന്റെ HQ-9 പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനെ തള്ളിപ്പറയുന്നു എന്നുള്ളതാണ്. ഈ 21 താവളങ്ങൾ ഇന്ത്യ, ഭീകരരുടെ താവളങ്ങൾ ഇന്ത്യ ഐഡന്റിഫൈ ചെയ്യുകയും അതിൽ 9 എണ്ണത്തിൽ സ്ട്രൈക്ക് നടത്തുകയും ചെയ്തല്ലോ. ഇത് പാകിസ്ഥാൻ സേനയിൽ നിന്ന് ചോർന്നതാണ് എന്നുള്ളതാണ് തെഹ്രീക്ക് താലിബാന്റെ ആരോപണം. ഭീകരരുടെ ഒളിത്താവളങ്ങളെ സംബന്ധിച്ച ഇന്റലിജൻസ് വിവരം ഇന്ത്യക്ക് ചോർത്തി നൽകിയത് പാകിസ്ഥാൻ സേനയാണ് എന്ന് തെഹ്രീക്ക് താലിബാൻ ഒരു പ്രസ്താവനയിൽ ആരോപിക്കുന്നു എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ സൈന്യത്തെ വിശ്വസിക്കരുത് എന്ന് പാകിസ്ഥാനിൽ വലിയ സ്വാധീനമുള്ള ഈ ഭീകരവാദ സംഘടന തെഹ്രീക്ക് താലിബാൻ ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. കൗതുകകരമായ പൊട്ടിത്തെറികളാണ് പാകിസ്ഥാനിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലും സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതിന്റെ വിശദാംശങ്ങൾ ആവശ്യമുണ്ട്. എന്തായാലും തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനെ തള്ളിപ്പറയുകയും ഞങ്ങളുടേതടക്കമുള്ള ഈ ഭീകരവാദ ക്യാമ്പുകളുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്നല്ലേ ഇന്ത്യക്ക് ചോർന്നത് എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന, അങ്ങനെ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.